ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പിസ്സ ആണ്. അതിൻ്റെ റെസിപ്പിയാണ്. നമുക്കറിയാം, പിസ്സ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റി സംഭവമാണ് ഈ പിസ്സ. പക്ഷെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ 2 വട്ടം ആലോചിക്കാറില്ലേ? അതിൻ്റെ കാരണം ഇതൊരു ഹെൽത്തി ഫുഡാണോ എന്ന സംശയമാണ്. പക്ഷെ മൈദ ഉപയോഗിക്കാതെ തന്നെ ഡോമിനോസ് സ്റ്റൈൽ ഒരു പിസ്സ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിച്ചാലോ? എങ്ങനെയെന്നല്ലേ? ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് ഡോമിനോസ് സ്റ്റൈൽ ഒരു പിസ്സ ഇനി വീട്ടിൽ തയ്യാറാക്കാം. ഇതിന് മൈദയോ ഈസ്റ്റോ ഒന്നും തന്നെ ആവശ്യമില്ല. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ഗ്രാം ഗോതമ്പ് പൊടി. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 3-4 ടേബിൾ സ്പൂൺ തൈര്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വാട്ടർ ചേർക്കുന്നില്ല. വെള്ളത്തിന് പകരം നമ്മൾ തൈര് മാത്രം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പരന്ന പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഗോതമ്പ് മാവ് ഇപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. ആ സ്റ്റിക്നെസ് തന്നെയാണ് നമുക്ക് ആവശ്യം. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ്, സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഒരു 5 മിനിറ്റ് സമയത്തോളം പിന്നെയും ഒന്ന് കുഴച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സമയമായിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതുകൊണ്ട് 2 സ്മോൾ പിസ്സയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അടി കട്ടിയുള്ള ഒരു കടായിയാണ് ഞാനിവിടെ പിസ്സ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതേപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം യൂസ് ചെയ്യാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് ഓവനിലല്ല. അപ്പോൾ ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടായിയും അതേപോലെ ഉപ്പും ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ ഉപ്പ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 പ്രാവശ്യം വേണമെങ്കിൽ ഈ സെയിം ഉപ്പ് തന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഉപ്പ് യൂസ് ചെയ്തതിന് ശേഷം കളയാതെ ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഉപ്പ് ഞാനൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ ഉപ്പും ഈ പാത്രവും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസാണ് നമുക്ക് ആവശ്യം. ഇതേപോലെയുള്ള ഏത് ചെറിയ പാത്രവും നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിസ്സ റാക്ക് ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ. കടായി ചൂടായി വരാൻ 10 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ ആ സമയത്തിനകം നമുക്ക് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ചെറിയ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അല്ലെങ്കിൽ പിസ്സ റാക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിസ്സ അടിയിൽ പറ്റി പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ പിസ്സ ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പരത്തി, എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിനെ പരത്തി എടുക്കുകയാണ്. അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പലക ഉപയോഗിച്ച് പരത്തണമെങ്കിൽ അങ്ങനെയും നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് തിക്കായിട്ട് വേണ്ട, ഒരു നോർമൽ തിക്നെസ് വേണം എപ്പോഴും ഇത് വെക്കാനായിട്ട്. ഒരുപാട് തിക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് വരാൻ കുറേ അധികം സമയം എടുക്കും. എന്നിട്ട് ഞാനിതിൻ്റെ ചെറുതായിട്ടൊന്ന് സൈഡ് ബോർഡർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് ഇതിനകത്തൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മാവ് ഫ്ലഫി ആയതുകൊണ്ട് ചിലപ്പം ഇത് മുഴുവൻ അങ്ങ് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. പിസ്സ ബേസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ പിസ്സ സോസുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നിങ്ങൾക്കിതിന് പകരം വേറെ എന്ത് വേണമെങ്കിലും സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, ഷേസോൺ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയ ഏത് സോസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല.
എന്നിട്ട് ആ സോസിന് മുകളിലേക്കായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അമൂൽ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കണം. കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, സവോള, അതേപോലെ കോൺ, കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്, ഇതെല്ലാം കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് വിതറി കൊടുക്കണം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസും. ഇനി ഇതിൻ്റെ ഈ സൈഡ് ബോർഡറിൽ നമുക്ക് നല്ല തിക്കായിട്ട് മെൽറ്റഡ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ പിസ്സ ഉണ്ടായി കഴിയുമ്പം ആ ഒരു നല്ലൊരു ബ്രൗൺ കളർ നമുക്ക് ഈ സൈഡിന് കിട്ടിയുള്ളൂ. ബ്രൗൺ കളർ വന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ക്രിസ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റഡ് കടായി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ വേണം പിസ്സ ഇതിൽ വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളി ഒരു പരുവാവും. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് ടൈമെങ്കിലും വേണം ഇവിടെ പിസ്സ തയ്യാറായി വരാൻ. ചൂട് പോകാതെ ലിഡ് വെച്ച് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിനിടയിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ചീസ് ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഞാൻ പിസ്സ ഓറിഗാനോ വിതറി കൊടുക്കുന്നുണ്ട്. ചീസിൻ്റെ കൂടെ അത് നന്നായിട്ട് മെൽറ്റായി തീരും. പിന്നെ പിസ്സ തയ്യാറാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ ചൂടും പിസ്സയുടെ വലിപ്പവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ യമ്മി പിസ്സ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സൈഡ് വശങ്ങളൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതേപോലെ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ ഒരു പിസ്സയുടെ ഒരു സ്മെല്ലില്ലേ, അതാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയ ഒരു പിസ്സ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.